വ്യക്തമാണ്. ശ്രീ എനിക്ക് എം പറയാനുള്ളത്. ബി മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ എം ബി മണി, മലയാളി പൊതുവെ പ്രബുദ്ധരാണ്, ലോകം കണ്ടവരാണ്, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ്. പക്ഷേ ഈ ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദികൾക്കും മുന്നിൽ എന്നെ പറ്റിച്ചോളൂ എന്ന് പറഞ്ഞ് കമന്ന് കിടക്കുകയാണ്. എന്താണ് കാരണം? നമ്മുടെ കേരളം നവോത്ഥാന കേരളം എന്നാണ് എല്ലാവരും പറയാറുള്ളത്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ മുതൽ ഒരുപാട് പ്രതിഭാശാലികൾ വളർത്തിയെടുത്ത നവോത്ഥാന മൂല്യങ്ങളുണ്ട്. മലയാളികൾ ഒന്നടന്നപ്പോൾ അതിൽ നിന്നും പുറകോട്ട് ബഹുദൂരം മുന്നോട്ട് പോയി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിവേഗം ബഹുദൂരം. അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇവിടെ ഈ ശുദ്ധമായ പച്ചവെള്ളം പാലിൽ ചേർത്തിട്ടാൽ നിയമ നടപടി എടുക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ജ്യോതിഷം, മന്ത്രവാദം, മന്ത്രം, തന്ത്രം, പൂജ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പോകാനെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ ശാസ്ത്രത്തിന്റെ ഒരു സൂചി കുത്താനുള്ള സ്ഥലമില്ല. അപ്പൊ ശാസ്ത്രബോധം നമുക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയം. ഈ ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്ര വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിൽ PhD നേടാനും കുറച്ച് ഉദ്യോഗം നേടാനുള്ള മാത്രമായി അവശേഷിക്കുകയാണ്. ഇവിടെയാണ് ഇതിന്റെ ശാപം. ശാസ്ത്രബോധമില്ലാത്തതിന്റെ കുറവാണ് ഇത് മുഴുവൻ. ഇവിടെ പ്രൈമറി ക്ലാസ് മുതൽ ഇത്തരം കാര്യങ്ങളിലെ പൊള്ളത്തരവും ശാസ്ത്രബോധവും കുട്ടികളിൽ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ഇതിവിടെ നിർബാധം തുടരും, ജനങ്ങൾ പറ്റിക്കപ്പെടും. ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാലം കഴിച്ചില്ലേ? മന്ത്രവാദികളും ജ്യോത്സ്യന്മാരെയൊക്കെ ഗവൺമെന്റ് എന്താ ഒന്നും ചെയ്യാത്തത്? ഭരണകൂടമാണ് ഇതിനുള്ള ഉത്തരവാദികൾ. ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇതിന്റെ ഉത്തരവാദികൾ. അവർക്കാണ് ആദ്യം ബോധം ഉണ്ടാകേണ്ടത്. അത്രേ പറയാനുള്ളൂ. ശരി, താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. ഭരണകൂടം തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. കേരളത്തിലെ ഒരു അന്ധവിശ്വാസത്തിനെതിരായിട്ട് ഒരു ബില്ല് കൊണ്ടുവരാൻ പോലും, അല്ലെങ്കിൽ അതൊരു നിയമം നടപ്പാക്കാൻ പോലും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് കഴിയുന്നില്ല. എല്ലാവരും വലിയ പുരോഗമനവും ഇതൊക്കെ പറയുകയും പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അതിൽ നിന്ന് പിൻവാങ്ങുകയും ഒക്കെ ചെയ്യുന്നവരായി നമ്മുടെ അധികാരികൾ നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത്രത്തോളം പറ്റിക്കാൻ വേണ്ടി ആളുകൾ മതത്തിൻ്റെ പേരിൽ നിൽക്കുമ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാനോ റെയ്ഡ് ചെയ്യാനോ ഒക്കെ ഒരു പേരിന് നടക്കുന്നതിനപ്പുറത്തേക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും അധികാരികൾ കഴിയാറില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളം എന്തുകൊണ്ടാണ് ഇങ്ങനെ നവോത്ഥാന കേരളം എന്നൊക്കെ പറയുകയും ഇങ്ങനെ ജ്യോത്സ്യന്മാരുടെയും ജ്യോതിഷികളുടെയും അല്ലെങ്കിൽ അത്രക്കാരുടെയും ഒക്കെ സിദ്ധന്മാരുടെയും ഒക്കെ മുന്നിൽ പോയി കമന്ന് കിടക്കുന്ന അവസ്ഥയുണ്ടാവുന്നത്? നമ്മൾ തോന്നുന്ന കാര്യമല്ല. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 3 മാസത്തിന് മുമ്പ് ഈ കൈ നോക്കണമെന്ന് ഒരാൾ വന്നാൽ ഒരു വാടകയ്ക്ക് ഒരു സ്ഥലം എടുത്ത് അവിടെ താമസിച്ചു. അപ്പൊ നമുക്ക് ഒരു മാസം കഴിയുമ്പോ അത് ഞങ്ങൾക്ക് ഒരു സംശയം തോന്നി. അവിടെ അതിനകത്ത് കയറിപ്പോയി. അപ്പൊ ശരിയല്ല. ഈ കൈ നോക്കി ജീവിക്കട്ടെ, അത് നമ്മള് കുഴപ്പമില്ല. അപ്പൊ വേറെ ലെവലിലാണ് പോണത്. അതിപ്പോ പറയുന്നില്ല. അപ്പൊ അത് കണ്ട് ഞങ്ങള് അവിടെ ഉടമസ്ഥനെ വിളിച്ച് പുള്ളി അന്ന് മാറ്റാൻ പറഞ്ഞു. ആ ഉടമസ്ഥ ഉടനെ തന്നെ പുള്ളിക്ക് പൈസ കൊണ്ട് പറഞ്ഞു വിട്ടു. ഒരു 3 മാസം ആവുകയുള്ളൂ. ഇനിയിപ്പം കോൺഗ്രസ് അനുകൂലി ഇപ്പം വിളിക്കും പറയും മുഖ്യമന്ത്രിയുടെ കുഴപ്പമാണ്, ഗവൺമെന്റിന്റെ കുഴപ്പമാണ്, ഇതെല്ലാം വളർന്നു വേണത് എന്ന് പറയും. അതിനു വേണ്ടിയാണ് ഒന്ന് വിളിച്ചത്. ഇത്രയേ ഉള്ളൂ. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ, ഉമേഷിൻ്റെ ടെലിഫോൺ തടസ്സപ്പെടുത്തുന്നു. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീ ജോസഫ്, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾ, ലോകപരിചയമുള്ള ആളുകൾ, മറ്റ് പല മേഖലകളിലും വളരെ പ്രഗത്ഭരായിരിക്കും. പക്ഷെ അവർ ഇത്തരം ആളുകളുടെ മുന്നിൽ പോയി അവർ പറയുന്ന എന്ത് പൊട്ടത്തരവും ചെയ്യുന്നവരായി മാറുന്ന നിരവധി ആളുകൾ. എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഗുഡ് ഈവനിങ് കിരൺ. ഗുഡ് ഈവനിങ്, പറഞ്ഞു. ഇത് നമ്മുടെ ഒരു മതാടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇന്ത്യയിലുള്ള 99% ആൾക്കാർ. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുകയും അതിന് വലിയ വില കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ പല ക്രിക്കറ്റേഴ്സിനെയും പല രാഷ്ട്രീയക്കാരെയും കണ്ട് അവരുടെ കൈ ചരട് കെട്ടിയിരിക്കുന്നത് കിരൺ ഒരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് ഈ ലീഗലൈസ് ചെയ്യുന്ന ഒരു സംവിധാനം വരുന്നുണ്ട്. അതായത് ഇതുപോലെ ബോർഡൊക്കെ വെച്ചിട്ട് ഈ പരിപാടികൾ നടത്തുന്നവർക്ക് ഒരു പെട്ടിക്കട നടത്തണമെങ്കിലും ലൈസൻസ് വേണം. അപ്പൊ ഇവർക്ക് എന്ത് ലൈസൻസ് ആവുള്ളൂ അതിന്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, കാരണം ലീഡിംഗ് മലയാളം പേപ്പറുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ അഡ്വർടൈസ്മെന്റ് കോളത്തില് ഈ തരം ആൾക്കാർ പരസ്യം കൊടുക്കുന്നു. ഇവര് കുറച്ച് ഉത്തരവാദിത്വ ബോധം ഈ പത്രങ്ങൾക്ക് വേണ്ടേ? ഈ ഇങ്ങനെയുള്ള പരസ്യം കൊടുക്കുമ്പോൾ വെറും പണത്തിന് വേണ്ടി ഈ തരം പരസ്യങ്ങൾ കൊടുക്കുക. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് ഈ കള്ളന്മാരെ കണ്ടുപിടിക്കുക, നല്ലവരായിട്ടുള്ളവരെ അവരെ വിടുക. അത് എല്ലാ വിശ്വാസത്തിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പള്ളികളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചില എണ്ണ കൊടുക്കും ചില പള്ളികളിൽ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറും. ഇതിനെപ്പറ്റി A.T. ഗോവർ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനത് പറഞ്ഞോട്ടെ, സമയത്തിലായിരിക്കും. അദ്ദേഹം ഈ നോർത്തില് യാത്രയ്ക്ക് പോയി. അപ്പം പോയപ്പോഴത്തേക്ക് ഗംഗാ നദിയിൽ അവിടേക്ക് പോയപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു,
മോനെ ഇച്ചിരി വെള്ളം അവിടുന്ന് കൊണ്ടുവരണം എനിക്ക് എന്ന് പറഞ്ഞു. കോവൂര് തിരിച്ച് തിരുവല്ല സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് അമ്മ ഈ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, ആ റെയിൽവേ അവിടെ ഉണ്ടായിരുന്ന പൈപ്പിൽ നിന്ന് ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുത്തു. അമ്മ ഇത് എന്താണെന്ന് എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അമ്മയ്ക്ക് വന്ന പല അസുഖങ്ങൾക്കും ഈ വെള്ളം കയറി കുടിച്ചു പുള്ളി അസുഖം പോയെന്നാണ് കോവൂര് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതിൽ നിന്ന് നമുക്ക് വരെ മൊത്തത്തിൽ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള കള്ളസ്വാമികളെ തെരഞ്ഞു പിടിക്കാനായിട്ട് പോലീസ് സംവിധാനം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ശ്രീ സന്തോഷ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.